പ്രാരാബ്ധങ്ങൾക്ക് നടുവിലായിരുന്നു എന്നും അസീസിന്റെ ജീവിതം. 2 പെൺകുട്ടികളുടെ പിതാവായ അസീസ് മൂത്ത പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയച്ചിരുന്നു. പഠനം പൂർത്തീകരിച്ച രണ്ടാമത്തെ പെൺകുട്ടിയുടെ വിവാഹം ഇനി നടത്താനുണ്ട്. കൂടാതെ കുടുംബത്തിന്റെ സ്വപ്നമായിരുന്നു കെട്ടുറപ്പുള്ള ഒരു വീട് വെക്കണമെന്നത്. ഈ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഇതിനെല്ലാം പണം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 46-ാം വയസ്സിലും 2.5 വർഷങ്ങൾക്ക് മുൻപ് അസീസ് സൗദിയിലേക്ക് പറക്കുന്നത്. ഹൗസ് ഡ്രൈവറായിരുന്നു അവിടെ ജോലി നോക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാ സ്വപ്നങ്ങളും ബാക്കിയാക്കിക്കൊണ്ട് അസീസിനെ ആകസ്മികമായി മരണം തട്ടിയെടുത്തിരിക്കുകയാണ്. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ ദമാമിൽ താമസ സ്ഥലത്ത് വെച്ചാണ് അസീസിന് ദാരുണമായ മരണം സംഭവിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിയാണ് അസീസ് സുബൈർകുട്ടി. കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങാൻ കിടന്നതായിരുന്നു ഇദ്ദേഹം. എന്നാൽ രാവിലെ എണീറ്റ് ലൈറ്റ് തെളിയിക്കാനായി സ്വിച്ചിട്ടതോടുകൂടി വലിയ ശബ്ദത്തോടെ മുറിയിൽ പൊട്ടിത്തെറി സംഭവിക്കുകയായിരുന്നു. പൊട്ടിത്തെറിയോടൊപ്പം പരന്ന കനത്ത പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായ അസീസിനെ ഗുരുതരാവസ്ഥയിൽ ദമാം സെൻട്രൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഒരാഴ്ചയായി ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. രാത്രി പാചകവാതകം ചോർന്ന് മുറിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതറിയാതെയാണ് ഉറക്കമുണർന്ന് ലൈറ്റ് തെളിയിക്കുന്നതിനായി അസീസ് സ്വിച്ചിടുന്നത്. 4 മാസങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹം ആദ്യ അവധിക്കായി നാട്ടിലേക്ക് പോയി മടങ്ങിയെത്തിയിരുന്നത്. നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം സൗദിയിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപകടവിവരമറിഞ്ഞ് ദമാമിൽ തന്നെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മരുമകൻ അൻസാർ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനായി സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഷീജയാണ് അസീസിന്റെ ഭാര്യ. ജാസ്മിൻ, തസ്നി എന്നിവർ മക്കളാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ആകസ്മികമായ ഈ മരണം ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.